നമസ്കാരം. ബ്രൂഫൻ 400 ടാബ്ലറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു വേദനാ സംഹാരിയാണ്. തലവേദന, പനി, പീരിയഡ് പെയിൻ, പല്ലുവേദന, ജലദോഷം തുടങ്ങിയ പല അവസ്ഥകളും ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ആബർട്ട് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ മാർക്കറ്റ് ചെയ്യുന്നത്. ഐബുപ്രോഫൻ ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്. വേദന ഒഴിവാക്കാനും വീക്കം കുറയ്ക്കാനും പനി കുറയ്ക്കാനും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. തലവേദന, പല്ലുവേദന, മെൻസസ് പീരിയഡിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, പേശിവേദന, സന്ധിവാതം, ചെറിയ പരിക്കുകൾ എന്നിവയ്ക്ക് സാധാരണയായി ബ്രൂഫൻ 400 ടാബ്ലറ്റ് ആണ് കൊടുക്കാറുള്ളത്. വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്ന ശരീരത്തിലെ രാസവസ്തുക്കളായ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാക്കുന്ന സൈക്ലോ ഓക്സിജനേസ് എൻസൈമുകളുടെ ഉൽപാദനം ഇത് തടയുന്നു. ഇവ മുറിവേറ്റ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും വേദനയും വീക്കത്തിനും കാരണമാവുകയും ചെയ്യുന്നു. ഇവയെ തടയുന്നതിനാൽ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഉൽപാദനം കുറയുകയും വേദനയ്ക്കും വീക്കത്തിനും പനിക്കും ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. അസുഖമോ പരുക്കോ അനുഭവപ്പെടുമ്പോൾ അരാച്ചിഡോണിക് ആസിഡ്, ഫാറ്റി ആസിഡ് എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൈക്ലോ ഓക്സിജനേസ് എന്ന 2 എൻസൈമുകൾ അരാച്ചിഡോണിക് ആസിഡിനെ പ്രോസ്റ്റാഗ്ലാൻഡിനുകളാക്കി മാറ്റുന്നു. ഈ പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ ശരീരത്തിൽ വേദനയും പനിയും വീക്കവും ഉണ്ടാക്കുന്നു. ഇബുപ്രോഫൻ സൈക്ലോജനേസ് എൻസൈമുകളുമായി ബൈൻഡ് ചെയ്യുകയും അരാച്ചിഡോണിക് ആസിഡിനെ പ്രോസ്റ്റാഗ്ലാൻഡിനുകളാക്കി മാറ്റുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. വയറുവേദന ഒഴിവാക്കാനും സൈഡ് എഫക്ട്സ് കുറയ്ക്കാനും ബ്രൂഫൻ 400 ടാബ്ലറ്റ് ഭക്ഷണത്തോടൊപ്പം കഴിക്കേണ്ടതാണ്. ഇതിന് വിവിധ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. ചിലരിൽ വയറുവേദന, ദഹനക്കേട്, നെഞ്ചരിച്ചിൽ, ഓക്കാനം, ഛർദി, ഡയറിയ തുടങ്ങി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില സമയം ഇതിന്റെ കൂടുതൽ കാലത്തെ ഉപയോഗം പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ദഹനനാളത്തിൽ ബ്ലീഡിംഗ് എന്നിവ ഉണ്ടാക്കാം. ചിലർക്ക് തലകറക്കമോ തലവേദനയോ അനുഭവപ്പെടുന്നു. അപൂർവമായി സ്കിന്നിൽ റാഷസ്, ചൊറിച്ചിൽ, മുഖം, ചുണ്ടുകൾ, നാവ് തുടങ്ങിയവയുടെ വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അലർജി റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ഇതിന്റെ ഉയർന്ന ഡോസോ ലോങ് ടൈം ഉപയോഗമോ ഹൃദയാഘാതം, സ്ട്രോക്ക്, മറ്റ് ഹൃദയ സംബന്ധമായ അപകടങ്ങളോ വൃക്കകളുടെ തകരാറുകളോ സംഭവിക്കാൻ സാധ്യതയുണ്ടാകുന്നു. വൃക്ക സംബന്ധമായ രോഗികളിൽ പ്രത്യേകിച്ചും. ഒപ്പം കരളിനും കേടുപാടുകൾ സംഭവിച്ചേക്കാം. ഇത് ഫ്ലൂയിഡ് നിലനിർത്തുന്നതിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകുന്നു. രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്നവരിൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചില സമയം കാഴ്ചയ്ക്കും കേൾവിക്കും ഇത് പ്രശ്നങ്ങളുണ്ടാക്കാം. പാർശ്വഫലങ്ങളുടെ തീവ്രതയും കാലാവധിയും ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചില രോഗാവസ്ഥകളും മരുന്നുകളും സൈഡ് എഫക്ട്സിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ പ്രായമായവരിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവ ഗുരുതരമാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിലോ ബ്രൂഫൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലാവധിയിലും മെഡിസിൻ കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.